ഭക്ഷണം കിട്ടാതെയായപ്പോ മഹദി ഖദീജ രോഗിയാകുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല രോഗിയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സ് പൂർത്തിയാകുകയാണ്. 65 വയസ്സ് തികയുകയാണ്. മാത്രവുമല്ല ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ രോഗിയാകുകയാണ്. ഭക്ഷണം കിട്ടാതിരിക്കുമ്പോ, ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നു ഏറ്റവും വലിയ കോടീശ്വരിയായിരുന്ന ഖദീജ എല്ലാതും അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നപ്പോ സർവ്വതും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത ഖദീജ അവസാനം അതാ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതെ ഖദീജ ബീബി ഇങ്ങനെ രോഗിയായി കരയുകയാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ചുകൊണ്ട് കിടക്കുന്നു ഖദീജ. റസൂലുള്ളാഹിന്റെ മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ചുകൊണ്ട് ഖദീജ ബീബി ഇങ്ങനെ കിടന്നുകൊണ്ട് കൈകൾ ഇങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ട് ഖദീജ ബീബി അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഖദീജ പോവാണ് നബിയേ, ഖദീജ പോവാണ് നബിയേ. റസൂലുള്ളാഹിയുടെ മടിത്തട്ടിൽ കടന്നുകൊണ്ട് ഖദീജ ബീബി പറയുകയാണ്, ഖദീജ പോവാണ് നബിയേ, ഖദീജ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് നബിയേ. പൊട്ടിക്കരയുകയാ ഖദീജ ബീബി. ഫബഖാ ബുഖാഹൻ ശദീദാ. ഖദീജ ബീബി ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ, ഖദീജ പോവാണ് നബിയേ. അതുകൊണ്ട് ഖദീജയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട് ഹബീബേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിച്ചു, അത്രേ ഖദീജ, എന്തേ ഖദീജ, എന്തേ ഖദീജ. അല്ലാഹുവിന്റെ ഹബീബിന് 50 വയസ്സു, ഖദീജ ബീബിക്ക് 65 വയസ്സു, മഹദിയാകുന്ന ഫാത്തിമ ബീബിക്ക് 15 വയസ്സു. ഈ വയസ്സിനിടയിലാണ് ഖദീജ ബീബിയുടെ രംഗം കാണുന്നത്. ഫാത്തിമ ബീബി കാണുന്നത് റസൂലുള്ളാഹിയുടെ മടിത്തട്ടിൽ കടന്നുകൊണ്ട് ഖദീജ ബീബി പറയാണ്, ഖദീജ ബീബി പറയാണ്, നബിയേ, എന്റെ കുഞ്ഞുമോളാകുന്ന, എന്റെ ചെറിയ മോളാകുന്ന ഫാത്തിമ, ആ ഫാത്തിമയെ പൊന്നുപോലെ നോക്കണേ ഹബീബേ. ആ ഫാത്തിമക്ക് പൊന്നുപോലെ ഫാത്തിമയെ നോക്കണേ ഹബീബേ. മാത്രവുമല്ല ഫാത്തിമയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വീട്ടല്ല ഹബീബേ. ഫാത്തിമാനെ സങ്കടപ്പെടുത്തല്ല ഹബീബേ. ഏതൊരു ഉമ്മയുടെയും അഭിലാഷം അങ്ങനെയാണല്ലോ. നമ്മളായ മക്കളെ നമ്മുടെ ഉപ്പമാരെ നമ്മളെ തല്ലുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരെ നമ്മളെ തല്ലുമ്പോ നമ്മളെ പിടിച്ചു മാറ്റാൻ വരുന്നതാരാ? ഉപ്പമാരാണ് നമ്മെ തല്ലുന്നതെങ്കിലോ കുഞ്ഞിനാളിൽ നമ്മൾ വികൃതി ഇങ്ങനെ കാണിക്കുമ്പോ നമ്മളെ തല്ലാൻ വരുന്ന ഉപ്പയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ ഉമ്മച്ചിയല്ലേ, നമ്മുടെ ഉമ്മച്ചിയല്ലേ. ആ ഉമ്മച്ചിക്ക് പിന്നെ എങ്ങനാ പറയാൻ പറ്റുക? അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, നബിയേ, ഞാൻ പോവാ, അതുകൊണ്ട് എന്റെ ഫാത്തിമയെ വേദനിപ്പിക്കല്ല ഹബീബേ, സങ്കടപ്പെടുത്തല്ല ഹബീബേ. ഖദീജയുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ടു അവിടെ നിന്ന് പറയുന്നേ, ഇല്ല ഖദീജ, ഇല്ല ഖദീജ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തോട് ഖദീജ ബീവി വിടവാങ്ങി പോകുകയാണ്, വഫാത്തായി പോകുകയാണ്.
പിന്നീട് മുത്തു റസൂലുള്ളാഹിന്റെ മുഴുവൻ കാര്യവും ചെയ്യുന്നത് ഉപ്പക്ക് വെള്ളം കൊടുക്കുന്നതാരെന്നറിയോ? 15 വയസ്സ് പൂർത്തിയായ മഹദിയാകുന്ന ഫാത്തിമ. ഉപ്പക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഉപ്പക്ക് വെള്ളം ചൂടാക്കി കൊടുക്കുകയാണ്, ഉപ്പാന്റെ മുഴുവൻ കാര്യങ്ങളും ഇടപെടുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ്